നമസ്കാരം സുഹൃത്തുക്കളെ. സ്പോക്കൺ ഇംഗ്ലീഷിൽ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു പ്രയോഗമാണ് അവൻ എന്നോട് അത് പറയേണ്ടതായിരുന്നു, അവൻ എൻ്റെ വീട്ടിൽ വരേണ്ടതായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, വരേണ്ടതായിരുന്നു, പോകേണ്ടതായിരുന്നു, ഇങ്ങനെയെല്ലാം പറയാൻ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗ രീതിയുണ്ട്. ഷുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഷുഡ് ഹാവ് ടോൾഡ് മീ, എന്നോട് പറയേണ്ടതായിരുന്നു. ഹീ ഷുഡ് ഹാവ് ടോൾഡ് മീ, അവൻ എന്നോട് പറയേണ്ടതായിരുന്നു. അവൾ എൻ്റെ വീട്ടിൽ വരേണ്ടതായിരുന്നു. ഷീ ഷുഡ് ഹാവ് കം ടു മൈ ഹൗസ്. ഹീ ഷുഡ് ഹാവ് അക്സെപ്റ്റഡ് ഹെർ പ്രൊപ്പോസൽ, അവൻ അവളുടെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, സ്വീകരിക്കേണ്ടതായിരുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഷുഡിൻറ്റ് ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഹീ ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദയർ, അവൻ അവിടെ പോകാൻ പാടില്ലായിരുന്നു. ഹീ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് ഹെർ അബൌട്ട് ഇറ്റ്, അവൻ അവളോട് അതിനെക്കുറിച്ച് പറയേണ്ടതില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. ഹീ ഷുഡിൻറ്റ് ഹാവ് അക്സെപ്റ്റഡ് ഹെർ പ്രൊപ്പോസൽ, അവൻ അവളുടെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു, സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, സ്വീകരിക്കേണ്ടതല്ലായിരുന്നു. അപ്പോൾ ഷുഡ് ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ഈ പ്രയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.